ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും എന്താണ് സംഭവം എന്ന്. നമ്മുടെ സ്വന്തം പൊറോട്ടയാണ് കേട്ടോ. പൊറോട്ട കുറച്ച് കളർഫുൾ ആക്കിയതാണ്. മഴവിൽ പൊറോട്ട എന്ന് പറയും. ഇത് നമ്മുടെ മലേഷ്യക്കാരെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ അടിപൊളി റെസിപ്പി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ പതിവ് പോലെ പൊറോട്ടയ്ക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് 1 മണിക്കൂർ മുന്നേ. ഇതൊന്ന് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം. ഒന്ന് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ബോൾസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ നിന്ന് ഓരോ പീസസ് ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇനി മുറിച്ചെടുത്ത പീസിലേക്ക് നമ്മൾ ഫുഡ് കളറാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങളൊരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം, നല്ല ക്വാളിറ്റിയിലുള്ള ഫുഡ് കളർ മാത്രമേ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഫുഡ് കളേഴ്സ് കിട്ടും, അത് മാത്രം നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ കളറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ എല്ലായിടത്തും ഈ കളറൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ അങ്ങ് അകത്തേക്ക് കുഴച്ച് കൊടുത്താൽ മതി. അകത്തേക്ക് ചുറ്റി കൊടുക്കുമ്പോഴത്തേക്കിനും ഈ കളറ് ഇതിൻ്റെ എല്ലായിടത്തും എത്തും. അങ്ങനെ നമുക്ക് ഈ കളറ് ചേർത്തിട്ട് ഇതിങ്ങനെ ഓരോ ബോൾസ് ആക്കിയൊന്ന് എടുക്കണം. നമ്മൾ അതുപോലെ തന്നെ പൊറോട്ടയ്ക്ക് ചെയ്യുന്ന അതേ സ്റ്റെപ്സ് തന്നെ. ഇനി നമ്മൾ പല ടൈപ്പ് കളർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എല്ലാം ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് വെച്ചിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ നമ്മളിങ്ങനെ വെറൈറ്റി ആയിട്ട് കുറേ കളേഴ്സ് ഇങ്ങനെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു ബോൾസും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നമ്മുടെ ബോൾസ് ഓരോന്നും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ത് കളർഫുള്ളല്ലേ. ഇനി ഇത് ഓരോന്നും ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കണം. ഞാൻ ചപ്പാത്തിക്കുഴലിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ടാണ് ഇത് വീശുന്നത്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ സാധാ പൊറോട്ട വീശും പോലെ നമുക്കൊന്ന് വീശിയിട്ട് ഒന്ന് നടുക്കുന്ന മുറിച്ചെടുത്തിട്ട് ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് ഓരോന്നും നമുക്കിങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. എല്ലാ കളേഴ്സും നമുക്കിങ്ങനെ ഒന്ന് പരത്തിയിട്ട് വീശി മുറിച്ച് ചുറ്റിച്ചെടുക്കാം. നമ്മളിത് വീശുന്ന ടൈമിൽ കുറച്ച് മൈദപ്പൊടിയും ഓയിലും കൂടി ഇതിൻ്റെ പുറത്തേക്കൊന്ന് തൂക്കി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഇത് ഓരോന്നും ഇങ്ങനെയൊന്ന് റെഡിയാക്കി എടുക്കണം. ഇതെല്ലാം നമ്മളിങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതിങ്ങനെ റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല കളർഫുൾ ആയതുകൊണ്ട് അതിന് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. കുറേ ഫ്ലവേഴ്സ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പോലെ തന്നെ ആയിരിക്കും ഇത് കാണാനായിട്ട്. കണ്ടില്ലേ എത്ര ഭംഗിയായത് കാണാൻ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും എടുത്ത് നമ്മൾ പതിവ് പോലെ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഇച്ചിരി മൈദപ്പൊടിയും ഇച്ചിരി ഓയിലും കൂടി തേച്ചിട്ട് നമുക്കിത് അങ്ങ് പരത്തിയെടുക്കണം. കുറച്ചൊന്ന് നമ്മൾ കൈകൊണ്ട് പരത്തിയ ശേഷം നമ്മൾ ചപ്പാത്തിക്കുഴലിൽ വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല നൈസായിട്ട് നമുക്ക് പൊറോട്ട കിട്ടും. അപ്പോൾ ഓരോന്നും നമുക്കിങ്ങനെയൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ പരത്തിയെടുത്ത പൊറോട്ട ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ അങ്ങ് ചുട്ടെടുക്കണം. ഒരു പാൻ അടുപ്പി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊറോട്ട ഉണ്ടല്ലോ അതും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ അങ്ങ് ചുട്ടെടുക്കാം. അപ്പോൾ ഇനിയാണ് പൊറോട്ടയുടെ മെയിൻ പരിപാടി. നമ്മുടെ വെന്ത പൊറോട്ട ഉണ്ടല്ലോ അതെടുത്തിട്ട് കുറച്ച് ഓയിലും കൊടുത്ത് തൂത്തിട്ട് നല്ലതായിട്ട് അങ്ങ് അടിച്ചെടുക്കണം. ഇതാണ് നമ്മുടെ പൊറോട്ടയെ നൈസാക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ഇനിയൊരു കോമ്പിനേഷൻ കറിക്ക് വേണ്ടി നമ്മളൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ബീഫാണ്. മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്ത ബീഫാണ്. ഇത് കുറച്ചൊരു എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള എണ്ണ ഒഴിക്കുന്നില്ല. ജസ്റ്റ് ഒരു 2-3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ആ ബീഫ് ഒന്നിട്ടിട്ട് നല്ലതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്രൈ ടൈപ്പിൽ ഇത് ആ എണ്ണയിൽ കടന്ന് റെഡിയായിട്ട് വരും. കണ്ടോ? ഇപ്പോൾ ആ അരപ്പൊക്കെ ഒന്ന് വറ്റിയിട്ട് നല്ല ഫ്രൈ ടൈപ്പായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പില നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ മതി. അതിലേക്കൊരു 2-3 സവാള നീളത്തിൽ മുറിച്ചതും ഒരു 3-4 പച്ചമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇതിനകത്തോട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ സവാള ഓവറായിട്ട് നമ്മൾ വഴറ്റൊന്നും വേണ്ട കേട്ടോ. ചെറിയ രീതിയിലൊന്ന് വഴന്നു വന്നാൽ മതി. ഇനി അതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം.
ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഈ സവാളയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ എപ്പോഴും പൊടികൾ ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 3 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. ഇനി ഒരു കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് വറ്റൽ മുളക് ക്രഷ് ചെയ്തെടുത്താണ്. അതൊരു 2-3 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ബീഫ് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ മഴവിൽ പൊറോട്ടയുടെ വെയിറ്റിങ്ങിലാണ്. നല്ല കളർഫുൾ അല്ലേ? ഇതിലേക്ക് നമ്മുടെ ചൂടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് റോസ്റ്റും കൂടി നമുക്കൊന്ന് ഇട്ടിട്ട് ഇതെല്ലാം കൂടി കൂട്ടി നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. ആഹാ, എന്തായിരിക്കും ടേസ്റ്റ് എന്നറിയോ? സൂപ്പറാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ആ കളറിൻ്റെ ഒന്നും ഒരു ഇതും നമുക്ക് കഴിക്കുമ്പോൾ ഫീൽ ചെയ്യേയില്ല. അപ്പോൾ ഈ കളർഫുൾ പൊറോട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിലിടണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ അടിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പം മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.